കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഒരു പൊതുരൂപമുണ്ട്. എന്നാൽ അത്തരം രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഗുഹാക്ഷേത്രങ്ങൾ. കേരളത്തിലെ പ്രശസ്തമായ ഗുഹാക്ഷേത്രങ്ങൾ ഒന്ന് പരിചയപ്പെട്ടാലോ? കോട്ടക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണം കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറ്റിക്കൽ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലഘട്ടം അജ്ഞാതമാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. അഞ്ചലിന് സമീപത്തുള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലാണ് കോട്ടുക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി തൃക്കക്കുടി ഗുഹാക്ഷേത്രം പത്തനംതിട്ടയിലെ കവ്യൂർ എന്ന ഗ്രാമത്തിലാണ് പ്രശസ്തമായ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് സമീപത്തായാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പല്ലവ കാലത്തെ കരിങ്കൽ ശില്പങ്ങൾ പോലെ ഈ ക്ഷേത്രവും കരിങ്കൽ തുറന്നാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവല്ലയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കവിയൂരിൽ എത്തിച്ചേരാം. തിരുവല്ലയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇവിടേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അടുത്തതായി നാം പരിചയപ്പെടുന്നത് തൃക്കൂർ മഹാദേവ ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7-8 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ ഗുഹാക്ഷേത്രം മുൻപ് ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ്. 1966 മുതൽ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം. ഏറ്റവും അവസാനമായി നാം പരിചയപ്പെടുന്നത് വിഴിഞ്ഞം ഗുഹാക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ ഉരുളൻ കല്ല് തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആയരാജ വംശകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആയരാജ വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. വീണാധാര ദക്ഷിണാമൂർത്തിയുടെ ചെറിയ ഒരു ശില്പം ഗുഹയുടെ ഉള്ളിലുണ്ട്. ഗുഹയുടെ കവാടത്തിലെ ഭിത്തികളിൽ ഒരു വശത്ത് ശിവന്റെ കിരാത രൂപവും മറുവശത്ത് ശിവപാർവതി രൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ഒരു സംരക്ഷിത പ്രദേശമാണ്.